നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ഫേവറിറ്റുകളുടെ കൂട്ടത്തിൽ എണ്ണുന്ന ടീമാണ് സ്പെയിനിൻ്റെ 55 അംഗ പ്രിലിമിനറി സ്ക്വാഡിൽ നിന്ന് ഡാനി കർവാഹലിനെ ഒഴിവാക്കിയിരിക്കുന്നു. നീണ്ട കാലം സ്പെയിനിൻ്റെ ടീമിൽ കളിച്ചിട്ടുള്ള റയൽ മാഡ്രിഡിൻ്റെ താരം ഇതാ സ്പെയിനിൽ നിന്ന് പുറത്താകുന്നു, സ്ക്വാഡിൽ നിന്ന് പുറത്താകുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം എൻഡ് ഓഫ് ആൻ എറ, ഒരു കാലഘട്ടമാണ് അവസാനിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കുറച്ച് വിവരങ്ങൾ ഈ സ്ക്വാഡുമായി ബന്ധപ്പെട്ട് പുറത്ത് വന്നിട്ടുണ്ട്. കോപ്പിൻ്റെ ജേർണലിസ്റ്റ് അഴാഞ്ച റോഡ്രിഗസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് മാർക്ക അടക്കമുള്ള മാധ്യമങ്ങൾ, ഈവൻ നിങ്ങൾക്കൊക്കെ നല്ല വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനോ ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലൂയിസ് ഡിലാഫ്യൂൻ്റെ ഇപ്പോൾ ഫിഫക്ക് നൽകിയിരിക്കുന്ന 55 അംഗ പ്രാഥമിക ലിസ്റ്റിൽ നിന്ന് ഡാനി കർവാഹലിനെ ഒഴിവാക്കിയിരിക്കുന്നു. മാത്രമല്ല 3 റയൽ മാഡ്രിഡ് താരങ്ങൾ മാത്രമേ ഈ സ്പെയിനിൻ്റെ 55 അംഗ സ്ക്വാഡിൽ ഇടം പിടിച്ചിട്ടുള്ളൂ. അത് ഹുയിസനും ഫ്രാൻ ഗാർഷ്യയും കോൺസാലോ ഗാർഷ്യയും മാത്രമാണ്. FC ബാഴ്സലോണയിൽ നിന്നാവട്ടെ 9 പേര് ഇടം പിടിച്ചിട്ടുണ്ട്. അതായത് ജോയൻ ഗാർഷ്യ, എറിക് ഗാർഷ്യ, കുബാസി, ഡാനി ഓൽമോ, പെഡ്രി, ഫെർമിൻ, ഗവി, ഫെറാൻ, ലാമിനെ യമാൽ എന്നിവരിടം പിടിച്ചിട്ടുണ്ട്. പിന്നെ അത്ര പരിചിതമല്ലാത്തെന്ന് പറഞ്ഞാൽ സ്പാനിഷ് ദേശീയ ടീമിലേക്ക് അങ്ങനെ വിളിക്കാറില്ലാത്ത ചില താരങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെയുള്ള നോട്ടബിൾ ആയിട്ടുള്ള പേരുകൾ, ഒന്ന് ലിയോ റോമൻ, മയോർക്കയുടെ താരം, അതുപോലെ തന്നെ SC ബ്രാഗയുടെ വിക്ടർ ഗോമസ്, പിന്നെ റയൽ സോസിഡാഡിൻ്റെ സെർജിയോ ഗോമസും ജോൺ മാർട്ടിനും, വിയാറയലിൻ്റെ മൊലൈഡോ, പിന്നെ അലാവസിൻ്റെ ടോണി മാർട്ടീനസ്, ആസ്റ്റൺ വില്ലയുടെ പൗ ടോളസ് തുടങ്ങിയ താരങ്ങളെയും അപ്രതീക്ഷിതമായിട്ട് ഈ 55 അംഗ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വെറും പ്രാഥമികമായിട്ടുള്ള സ്ക്വാഡ് ലിസ്റ്റ് മാത്രമാണ്. ഈ മാസം അവസാനത്തോടു കൂടി 26 അംഗ ഫൈനൽ ലിസ്റ്റ് കോച്ച് ലൂയിസ് ഡിലാഫ്യൂൻ്റെ പ്രഖ്യാപിക്കും. എന്തായാലും ഇതിൽ ഡാനി കർവാഹലില്ല, അത് തീർച്ചയായിട്ടും വലിയ ഒരു സംഭവമാണ്. 34-കാരനായിട്ടുള്ള താരം അവർക്ക് വേണ്ടി നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ 52 അന്താരാഷ്ട്ര മത്സരങ്ങൾ അവർക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ്. അദ്ദേഹമാണിപ്പോൾ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന കാര്യം ഓർക്കുക. സ്പെയിനിന് വേണ്ടിയിട്ട് 2024 യുവേഫ യൂറോ ചാമ്പ്യൻഷിപ്പിൽ കിരീടം ചൂടിയ സ്ക്വാഡിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. 2022-23 യുവേഫ നേഷൻസ് ലീഗിൽ കിരീടം ചൂടിയ ടീമിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതാ വേൾഡ് കപ്പിനുള്ള പ്രാഥമിക ലിസ്റ്റിൽ പോലും അദ്ദേഹത്തിന് ഇടം കൊടുത്തിട്ടില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.